Good morning. Good morning. Class start ചെയ്താലോ? Start ചെയ്താലോ? Okay. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് നിർത്തിയത് ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് അല്ലെ? എടുത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. കുറച്ച് പോയിന്റ് ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്ന് പറയുന്നത് ഇതിനെയാണ്. What is the brain of computer? CPU ആണ്. ഓക്കെ, CPU ന്റെ ഫുൾ ഫോം എന്താ? Central processing unit. What are the parts of computers? കമ്പ്യൂട്ടറിന്റെ പാർട്സ് ഏതൊക്കെയാണ് പാർട്സ് ആയിട്ട് പറയുന്നത്? നമ്മള് കീബോർഡ് ഉണ്ട്, മൗസ്, മോണിറ്റർ, പ്രിന്റർ, CPU, ഓക്കെ, UPS ഉണ്ട്, മദർ ബോർഡ്, പവർ സപ്ലൈ, അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ എന്താ പാർട്സ് എന്ന് പറയുന്നത്. സ്പീക്കർ, ഓക്കെ. ഹാർഡ്വെയർസ് എന്ന് പറയുന്നത് എന്താണ്? ഹാർഡ്വെയർ ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ എന്താ? ഫിസിക്കൽ കമ്പോണന്റ് ആണ്, നമുക്ക് തൊടാനായിട്ട് പറ്റുന്നത് അല്ലെ, ടച്ച് ചെയ്യാനായിട്ട് തൊടാനായിട്ട് പറ്റുന്ന അതിനെയാണ് നമ്മള് എന്താണ് നമുക്ക് അതിനെയാണ് നമ്മള് ഈ ഹാർഡ്വെയർസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ CPU തുടങ്ങിയല്ലേ പറയണ്ടേ നമ്മള്? മെമ്മറി ഒക്കെ നമ്മൾ പറഞ്ഞായിരുന്നോ? സ്റ്റോറേജ് മുതൽ. ഓക്കെ, മെമ്മറി പറഞ്ഞല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഹാർഡ്വെയർ പറഞ്ഞു, സോഫ്റ്റ്വെയർ പറഞ്ഞു, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് പറഞ്ഞു, മെമ്മറി പറഞ്ഞു നിർത്തിയത്. ഇനി നെക്സ്റ്റ് ആണ് എന്ത്? സ്റ്റോറേജ്. സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ പെർമനന്റ് സ്റ്റോറേജ് ഡിവൈസസ്, ഹാർഡ് ഡിസ്ക്, ഡ്രൈവ്, solid state drives used to store data, programs and operating systems even when the computer is powered off. എന്താ പറയുന്നത്? സ്റ്റോറേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടേഴ്സ് ഓഫ് ആയിരിക്കുമ്പോഴും ഡാറ്റ, പ്രോഗ്രാംസ്, അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എന്നിവ സ്റ്റോർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്ഥിരമായിട്ടുള്ള സ്റ്റോറേജ് ഡിവൈസസ് ആണ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഓക്കെ, കമ്പ്യൂട്ടേഴ്സ് ഓഫ് ആകുമ്പോഴും നമ്മൾ പിന്നീട് ഓൺ ചെയ്ത് നോക്കുമ്പോൾ എന്താണ്? ഈ സ്റ്റോറേജിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും പ്രോഗ്രാംസ് ആയാലും ഡാറ്റാസ് ആയാലും എല്ലാം സ്റ്റോർ ആയിരിക്കും ഇല്ലേ? ഓക്കെ, അതുപോലെ തന്നെ മെമ്മറി എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മള് താൽക്കാലികമായിട്ടുള്ള ടെമ്പററി സ്പേസിനെയാണ് നമ്മൾ മെമ്മറി എന്ന് പറയുന്നത് അല്ലെ? കമ്പ്യൂട്ടർ ഓഫ് ആയി കഴിഞ്ഞ പെട്ടെന്ന് നമ്മൾ കറണ്ട് പോയി കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ ഓൺ ആക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒന്നും ഉണ്ടാവില്ല, നമ്മൾ സേവ് ചെയ്യാണ്ട് അല്ലെ? പെട്ടെന്ന് നമുക്ക് കറണ്ട് പോകുമ്പോ സേവ് ചെയ്യാനോ അങ്ങനെയൊന്നും പറ്റില്ല. അതുകൊണ്ട് ഒരു താൽക്കാലികമായിട്ടുള്ളൊരു സ്റ്റോറേജ് ആണ് എന്ന് പറയുന്നത് മെമ്മറി എന്ന് പറയുന്നത്. ഇനി സ്റ്റോറേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെർമനന്റ് ആയിട്ടുള്ള സ്റ്റോറേജ് ഡിവൈസസ് ആണ് കേട്ടോ. ഓക്കെ, ഏതൊക്കെയാണ് പെർമനന്റ് ആയിട്ടുള്ള സ്റ്റോറേജ് ഡിവൈസസിന് എക്സാമ്പിൾ അവിടെ കൊടുത്തിരിക്കുന്നത്? ഹാർഡ് ഡിസ്ക് ഡ്രൈവ്സ്, സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്സ്, ഇതൊക്കെയാണ് എന്ത് പെർമനന്റ് സ്റ്റോറേജ് ഡിവൈസസിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. പെർമനന്റ് ആയിരിക്കും, ഡാറ്റാസ് ഒക്കെ ഒട്ട് പോകില്ല അല്ലെ? നമ്മൾ പിന്നെയും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള പെർമനന്റ് ആണ്. ഇനി ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ്. ഓക്കെ, these are devices used to interact with the computer like keyboard, mouse എന്നാണ് കേട്ടോ അവിടെ. ഓക്കെ, മൗസ്, മോണിറ്റർ, പ്രിന്റർ ആൻഡ് സ്കാനേഴ്സ്. അപ്പൊ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമുക്ക് ഇൻപുട്ട് ചെയ്യാനായിട്ട് അല്ലെ, എന്താണ് ഇന്ററാക്ട് ചെയ്യാനായിട്ട് കമ്പ്യൂട്ടറും
അതുപോലെ തന്നെ ഒരു യൂസറുമായിട്ട് നമുക്ക് ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. കമ്പ്യൂട്ടറും യൂസറും തമ്മിൽ ഇന്ററാക്ട് ചെയ്യാനായിട്ട് ഈ ഡിവൈസസ് വഴി സാധ്യമാണ്. ഏതൊക്കെയാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്? കീബോർഡ് ഉണ്ട്, മൗസ്, പ്രിന്റർ, മോണിറ്റർ, അങ്ങനെയുള്ള പല കാര്യങ്ങളും എന്താണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിൽ പെടുന്നുണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം നെക്സ്റ്റ് ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം OS എന്നാണ് അതിന്റെ ഷോർട്ട് ഫോംസിൽ വരുന്നത്. സോഫ്റ്റ്വെയർ ദാറ്റ് കൺട്രോൾസ് കമ്പ്യൂട്ടർ resources, controls the hardware devices and provides a user interface for interacting with the computer. എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്? യൂസറിനും കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയറിന്റെയും ഇടയിൽ നിന്നും പ്രധാന മെന്ററായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പർട്ടിക്കുലർ സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം. യൂസറിന്റെയും കമ്പ്യൂട്ടർ ഹാർഡ്വെയറിന്റെയും ഇടയിൽ നിന്നുകൊണ്ട് ഒരു പ്രധാന എന്താണ് ഒരു മോഡറേറ്റർ ആയിട്ട്, അല്ലെ, ഒരു മോഡറേറ്റർ ആയിട്ട് നമുക്ക് അറിയാം. മോഡറേറ്റർ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇടയിൽ നിന്ന് പ്രവർത്തിക്കുന്ന മോഡറേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ സംവിധാനത്തെയാണ് നമ്മൾ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? യൂസറിനും അതുപോലെ തന്നെ കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർസിന്റെ ഇടയിലും ഒരു പ്രധാന മോഡറേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു പർട്ടിക്കുലർ സോഫ്റ്റ്വെയർ സംവിധാനത്തെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഫണ്ടമെന്റൽസിൽ വരുന്നത്. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, CPU സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് ഉണ്ട്, മെമ്മറി, സ്റ്റോറേജ്, ഇൻപുട്ട് ഡിവൈസസ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്. ഇനി നെക്സ്റ്റ് ആണ് എന്ത്? മൈക്രോസോഫ്റ്റ് വേർഡ്. ഓക്കെ, മൈക്രോസോഫ്റ്റ് വേർഡ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഫോർ വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ ഡെവലപ്ഡ് ബൈ മൈക്രോസോഫ്റ്റ്. അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. എന്താണ് മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറഞ്ഞാൽ? വൈഡ്ലി യൂസ്ഡ് വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ അതാരാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്? മൈക്രോസോഫ്റ്റ് ആണ് ഡെവലപ്പ് ചെയ്തത്. MS വേർഡ് അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറഞ്ഞാല് വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ ആണ് ഉള്ളത് കൂടി ഓർത്ത് വെക്കാം. ഓക്കെ, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. It permits users to create, edit, format and save documents for different purposes like writing reports, letters, resumes and more. Hence, here are some important features and functionalities of Microsoft Word. അപ്പൊ എന്താണ് അതിൽ പറയുന്നത്? മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ ആണ്. അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് മൈക്രോസോഫ്റ്റ് ആണ്. അതുപോലെ തന്നെ ഇറ്റ് പെർമിറ്റ് യൂസേഴ്സ് ടു ക്രിയേറ്റ്, എഡിറ്റ്, ഫോർമാറ്റ് ആൻഡ് സേവ് ഡോക്യുമെന്റ്സ് ഫോർ ഡിഫറെന്റ് purposes like the writing reports, letters, resumes and more. ഇവിടെ പറഞ്ഞു നമുക്ക് എന്താണ് ഫോർമാറ്റ് ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡോക്യുമെന്റ്സുകളൊക്കെ സേവ് ചെയ്ത് വെക്കാം, എഡിറ്റ് ചെയ്യാൻ പറ്റും, ഓരോ കാര്യങ്ങൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെ. റിപ്പോർട്ട്സുകളായാലും ലെറ്റേഴ്സ് ആയാലും റെസ്യൂമസ് ഒക്കെ ആയാലും നമുക്കത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഇത് മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത്, ഇല്ലേ. റെസ്യൂമ അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തു. ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എന്താണ് CV വേണം, അല്ലെ, റെസ്യൂമ വേണം. അതുപോലെ തന്നെ CV ചോദിക്കാറുണ്ട്. അപ്പൊ എങ്ങനെയാണ് മൈക്രോസോഫ്റ്റ് വേർഡ് നമ്മൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെയുള്ള CV ആയാലും റെസ്യൂംസ് ആയാലും ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെ. അത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഈ വേർഡിലിട്ട് നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾക്ക് ഇപ്പൊ എന്തെങ്കിലും കോഴ്സ് ഒക്കെ പഠിച്ച് അതിനകത്ത് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് വീണ്ടും അതെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് എഡിറ്റ് ചെയ്ത് അതിനകത്ത് നമുക്ക് ചേർക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഇതെന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ്. മൈക്രോസോഫ്റ്റ് വേർഡ് offers a user-friendly and intuitive interfaces, making it reachable to both beginners and experienced users. The toolbar and ribbon provide quick entry to
different formatting and editing options. അപ്പൊ യൂസർ ഫ്രണ്ട്ലി ആണ് അല്ലെ ഈ മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബിഗിനേഴ്സിനായാലും ഇപ്പൊ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാൾക്കായാലും അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് പേഴ്സൺസ് ഉണ്ടാവും അല്ലെ, അങ്ങനെയുള്ളവർക്കായാലും എന്താണ് അത് പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാനായിട്ടായാലും യൂസ് ചെയ്യാനായിട്ടായാലും എളുപ്പമായിരിക്കും. അതുപോലെ ടൂൾ ബാർസ്, റിബൺ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഫോർമാറ്റ് ചെയ്യാം, എഡിറ്റിംഗ് ഓപ്ഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ അവൈലബിൾ ആണ്. ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ടല്ലേ. ഓക്കെ, ഇവിടെ കണ്ടോ റിബൺ, അതുപോലെ തന്നെ ടൂൾ ബാർസ്, ഇതൊക്കെയാണ് ടൂൾ ബാർസ് ആയിട്ട് വരുന്നത്. റിബൺ ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്ത് വെക്കാം കേട്ടോ. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഫോർമാറ്റ് ചെയ്യാൻ പറ്റും, സാധിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, ഇത് ക്വസ്റ്റ്യൻ ഒന്നും വരില്ല, പിക്ചറൊന്നും ക്വസ്റ്റ്യൻ ഒന്നും വരാറില്ല. ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞു യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് ആണ്. ഏതൊരാൾക്കും അല്ലെ ഇതൊരു യൂസർ ഫ്രണ്ട്ലി സോഫ്റ്റ്വെയർ ആണെന്ന് പറയാൻ പറ്റും. നമുക്ക് ഈസി ആയിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്താ ഇപ്പൊ ബിഗിനേഴ്സിനായാലും എക്സ്പീരിയൻസ്ഡ് പേഴ്സൺസിനായാലും അത് നമുക്ക് പെട്ടെന്ന് തന്നെ അവർക്ക് അധികം പാടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അത് യൂസ് ചെയ്യാനായിട്ട് എളുപ്പത്തിൽ യൂസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇനി എന്താ പറയുന്നത്, ടൂൾ ബാർസ് ഓപ്ഷൻസ് ഉണ്ട് അവിടെ, അതുപോലെ തന്നെ റിബൺ ഓപ്ഷൻസ് ഉണ്ട്. ഇതൊക്കെ മൈക്രോസോഫ്റ്റ് വേർഡിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് ആണ് ഡോക്യുമെന്റ്സ് ക്രിയേഷൻ ആൻഡ് എഡിറ്റിംഗ്. Users can create new documents from scratch or choose from a range of templates provided by Word. It offers a vast set of formatting tools for text, paragraph, and page, permitting users to customize the appearance of their document. ഇവിടെ പറയുന്നത് എന്താ, യൂസേഴ്സിനൊക്കെ എന്താണ് പുതിയൊരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് ഈ മൈക്രോസോഫ്റ്റ് വേർഡിലൂടെയാണ്. മൈക്രോസോഫ്റ്റ് വേർഡിലൂടെ ഒരു പുതിയൊരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് യൂസേഴ്സിന്. അതുപോലെ തന്നെ ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അവിടെ ഒരു റെസ്യൂം അവർ ചോദിക്കും. ആ റെസ്യൂം നമ്മള് ഈ മൈക്രോസോഫ്റ്റ് വേർഡിലൂടെയാണ് നമ്മൾ അത് എന്ത് ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിനകത്ത് പല ഓപ്ഷൻസും ഉണ്ട്. ഇപ്പൊ ഏത് ഡിസൈൻ വേണം അല്ലെ, പേര് വിവരങ്ങൾ ചിലപ്പോ ലെഫ്റ്റ് സൈഡിലായിരിക്കാം, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇൻഫർമേഷൻസ് എല്ലാ കാര്യങ്ങളും ഒക്കെ നമ്മൾ എന്താണ് റൈറ്റ് സൈഡിൽ കൊടുക്കാറുണ്ട്. പല പല ഓപ്ഷൻസിലും അല്ലെങ്കിൽ പല പല ഡിസൈൻസിലൊക്കെ നമുക്ക് അത് ചെയ്യാനായിട്ട് പറ്റും ഇല്ലേ, പറ്റാറുണ്ടല്ലേ. പല പല ഇപ്പൊ നമ്മുടെ റെസ്യൂം, ഇപ്പൊ എന്റെ റെസ്യൂം പോലെ ആയിരിക്കില്ല ചിലപ്പോ നീനുടെ റെസ്യൂം എന്ന് പറയുന്നത്, നീനുവിന്റെ പോലെ ആയിരിക്കില്ല ചിലപ്പോ എന്താണ് ഫെമിനയുടെ അല്ലെ. പലർക്കും പല രീതിയിൽ പല ഡിസൈനിലാണ് ഓരോരുത്തരും ക്രിയേറ്റ് ചെയ്യുന്നത്. ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട രീതിയിൽ യോജിച്ച രീതിയിലൊക്കെയാണ് പലരും ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ പല ഓപ്ഷൻസ് ഉണ്ടാവും അല്ലെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനെയാണ് ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ പല സ്ട്രക്ചറിലും റെസ്യൂമേഴ്സ് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അതിൻ്റെതായിട്ടുള്ള ടെംപ്ലേറ്റ്സ് ഒക്കെ നമുക്ക് ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്ക് എന്താണ് പല ഡിസൈനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അതിനെയാണ് ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ രീതിയിൽ നമുക്ക് വീടിലൂടെ നമുക്ക് പല കാര്യങ്ങളും തയ്യാറാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ എന്താ, പാരഗ്രാഫ്സ് ആൻഡ് പേജ് പെർമിറ്റിംഗ് യൂസേഴ്സ് ടു കസ്റ്റമൈസ് ദ appearance of their document. ഈ എന്താണ് പാരഗ്രാഫ് നമുക്ക് ചെയ്യാൻ എഡിറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ടെക്സ്റ്റുകൾ നമുക്ക് ഇങ്ങനെ എന്താണ് ഫോർമാറ്റിംഗ് ടൂൾസ് ഉപയോഗിച്ചിട്ട് പാരഗ്രാഫ് ആയാലും പേജുകളായാലും നമുക്ക് എഡിറ്റ് ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ആണ് കൊളാബറേഷൻ ആൻഡ് ഷെയറിംഗ്. Microsoft Word support collaboration features make multiple users able to work on a document at the same time. Users can track change, leave comments, and make a edit made by the different contributors. Documents can also be simply shared through email, cloud storage services, and or by creating links. ഇവിടെ പറയുന്നത്
ഈ എന്താണ് ഓക്കെ, ഈ പല യൂസേഴ്സ് നമുക്ക് സെയിം ടൈമിൽ ഡോക്യുമെന്റ് വേർഡിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പല യൂസേഴ്സിനും സെയിം ടൈമിൽ എന്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. സെയിം ടൈമിൽ തന്നെ ഇപ്പൊ എനിക്കും അതുപോലെ തന്നെ നീനും നമ്മളിവിടെ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ടൈമിൽ തന്നെ ഒറ്റ ഇതിൽ തന്നെ നമുക്ക് എന്താണ് ആ ടൈമിൽ സെയിം ടൈമിൽ തന്നെ ഡോക്യുമെന്റ്സുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പല യൂസേഴ്സിനും സെയിം ടൈമിൽ ഡോക്യുമെന്റ്സ് വേർഡിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇമെയിൽ വഴി നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എന്തെങ്കിലും ഡോക്യുമെന്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ റിപ്പോർട്ടുകളോ അങ്ങനെ പല കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് ഈ ഇമെയിൽ വഴി നമുക്ക് മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ചേഞ്ചസ് നമുക്ക് വരുത്താൻ പറ്റും. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നത് വേർഡിലൂടെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓപ്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഇടാനായിട്ടും അല്ലെ എന്തെങ്കിലും നമ്മുടേതായിട്ടുള്ള ഓപ്ഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ടൈപ്പ് ചെയ്ത് കേൾക്കാനായിട്ടും സാധിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ഡോക്യുമെന്റ് ക്രിയേറ്റിംഗ് ആൻഡ് എഡിറ്റിംഗിൽ വരുന്നത്. സോറി, കൊളാബറേഷൻ ആൻഡ് ഷെയറിംഗിൽ വരുന്നത് കേട്ടോ. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? പല യൂസേഴ്സിനും ഒരേ ടൈമിൽ സെയിം ടൈമിൽ തന്നെ ഡോക്യുമെന്റ് വേർഡിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇമെയിൽ അയക്കാൻ പറ്റും, ഷെയർ ചെയ്യാൻ പറ്റും, ചേഞ്ചസ് എന്തെങ്കിലും വരുത്തണമെങ്കിൽ ചേഞ്ചസ് ചെയ്യാൻ പറ്റും. ഓപ്ഷൻ എന്തെങ്കിലും നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഇടണമെന്നുണ്ടെങ്കിൽ ആ ഓപ്ഷന് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ആണ് formatting options. Word provides a lot of formatting options for text, which includes font style, size, colors, and effects. Users can apply formatting to paragraph, adjust line spacing, align text, and add bullet points or numbering. It also offers modern features such as headers and footers, table and styles of a consistent document formatting. എന്താണ് അതിൽ പറയുന്നത്? ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് അല്ലെ. പല രീതിയിലുള്ള ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് നമുക്ക് വേർഡ് തുറന്നാല് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പല കളറിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കളറില്, അതുപോലെ തന്നെ പല സൈസില് അല്ലെ. ഇപ്പോ ഇറ്റാലിറ്റിക് അതുപോലെ തന്നെ പല ഫോണ്ട് സൈസിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഫോണ്ട് സ്റ്റൈലില് പല സൈസില് നമുക്ക് കളർ കൊടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പല ഇഫക്റ്റുകൾ നമുക്ക് ഇടാൻ പറ്റും. അങ്ങനെയുള്ള പല രീതിയിലുള്ള ഓപ്ഷൻസ് നമുക്ക് ഈ വേർഡിലൂടെ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെന്താ? സ്പെൽ ചെക്ക് ആൻഡ് ഗ്രാമർ കറക്ഷൻ. വേർഡ് കൺസിസ്റ്റ് ഓഫ് built-in spelling and grammar checking tools to make users identify and correct errors. It underlines the misspelled word and suggest corrections which ensure the accuracy of written content. അതായത് ഇപ്പൊ നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ, നമ്മൾ സ്പെല്ലിംഗ് അടിച്ചു കൊടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് കളറിൽ കാണിക്കാറുണ്ട്? ആ വാക്കിന്റെ അടിയിൽ ഒരു അണ്ടർലൈൻ വരാറുണ്ട് ഇല്ലേ? നിങ്ങളായാലും പഠിച്ചുകൊണ്ടിരിക്കുമ്പോ അല്ലെങ്കിൽ നിങ്ങളിപ്പോ എന്തെങ്കിലും പ്രൊജക്റ്റിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്യുമ്പോ തെറ്റ് വരാം അല്ലെ? സാധാരണക്കാരാണല്ലേ, ആർക്കും തെറ്റ് വരാം നമ്മൾ സ്പെല്ലിംഗ് ഒക്കെ ടൈപ്പ് ചെയ്യുമ്പോ. ഓക്കെ, അപ്പൊ എന്താണ്? ആ വേർഡിൽ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോ നമ്മളത് ഐഡന്റിഫൈ ചെയ്യിക്കും. അത് നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്നത് തെറ്റാണ് എന്ന് മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ട് ആ വേർഡിന്റെ അടിയിൽ എന്താണ് അണ്ടർലൈൻ വരാറുണ്ട്. റെഡ് കളറിലാണ് അണ്ടർലൈൻ വരുന്നത് അല്ലെ. അപ്പോഴേക്കും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ടും നമുക്ക് സ്പെല്ലിംഗ് തിരുത്താനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ തെറ്റ് തിരുത്താനായിട്ട് സഹായകമാണ് വേർഡിലൂടെ. പിന്നെ എന്താണ്? ഇൻസേർട്ടിംഗ് ആൻഡ് മാനിപ്പുലേറ്റിംഗ് ഒബ്ജക്ട്സ്. Users can insert different objects into their documents like image, shapes, chart, and tables. Would permit resizing, positioning, and formatting of these objects make it easy to improve the visual appeal of a document. അതായത് യൂസേഴ്സിന് അവരുടെ ഡോക്യുമെന്റുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പലതരത്തിലുള്ള ഇമേജുകള്, അതുപോലെ തന്നെ ഷേപ്പുകള്, ചാർട്ടുകള്, ടേബിൾസുകള് എന്നിവയൊക്കെ ആഡ് ചെയ്യാൻ പറ്റും ഇല്ലേ? ഞാനൊരു ഫോർ എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഞാനൊരു പാരഗ്രാഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ പാരഗ്രാഫിന്റെ അടിയില് എന്താണ് അല്ലെങ്കിൽ സൈഡുകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പിക്ചർ കയറ്റണമെന്നുണ്ടെങ്കിൽ, പിക്ചർ വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാനായിട്ട് പറ്റും.
അതുപോലെ തന്നെ ഇപ്പൊ പാരഗ്രാഫ് എഴുതി അതിന്റെ അടിയിൽ ഒരു ടേബിൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ടേബിൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ മറ്റുള്ളവരെ നമുക്ക് അട്രാക്ട് ചെയ്യിപ്പിക്കാനും വേർഡിലൂടെ സാധ്യമാണ്. മനസ്സിലായോ? ഓക്കെ, ഈ 6 കാര്യങ്ങളൊന്ന് വായിച്ചു. ഓക്കെ, ഒരു പോയിന്റ് കൂടി ഉള്ളു അല്ലേ? എന്താ? ഓക്കെ, ഈ പോയിന്റ് കൂടി കഴിഞ്ഞിട്ട് നമുക്ക് വായിച്ചു നോക്കാം കേട്ടോ. Templates and themes. Word provides a wide range of templates and themes for various documents type, including resumes, letters, flyers, and more. These templates offer pre-designed layout and formatting that saves time and effort of use for users. ഇവിടെ പറയുന്നത് എന്താണ്? നമുക്ക് എന്താണ് പല രീതിയിലുള്ള ടെംപ്ലേറ്റ്സുകൾ അതുപോലെ തന്നെ തീംസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റെസ്യൂമേഴ്സ്, ഫ്ലയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെസ്യൂമ പോലെ തന്നെയുള്ളതാണ് കേട്ടോ. റെസ്യൂമ പോലെ തന്നെയുള്ള സെയിം തന്നെയാണ് ഫ്ലയേഴ്സ് എന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ റെസ്യൂംസ് ആയാലും ലെറ്റേഴ്സ് ആയാലും നമുക്ക് എന്താണ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് കുറഞ്ഞ എഫേർട്ടില് വളരെ കുറച്ച് ടൈമിൽ നമുക്ക് റെസ്യൂംസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് വേർഡ് സോഫ്റ്റ്വെയറിലൂടെയാണ്. ഓക്കെ, വേർഡ് സോഫ്റ്റ്വെയറിലൂടെ റെസ്യൂംസ് ആയാലും അതുപോലെ തന്നെ ഫ്ലയേഴ്സ് ആയാലും നമുക്ക് ലെറ്റേഴ്സ് ആയാലും ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. വളരെ കുറഞ്ഞ ടൈമിൽ മതി അല്ലെ? അത് ഇപ്പൊ എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം. കുറഞ്ഞ ടൈം എടുത്തുകൊണ്ട് വളരെ രീതിയിൽ നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ടൈപ്പ് ചെയ്യാനായിട്ടും ഈ വേർഡ് സോഫ്റ്റ്വെയറിലൂടെ സാധ്യമാണ്. ഇത്തരം കാര്യങ്ങളാണ് അതിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത്. വായിച്ചു.
മനസ്സിലായി ഞാൻ പറയലേ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം കേട്ടോ. നമ്മൾ പറഞ്ഞു MS വേർഡ് എന്താണ്, അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി അതെങ്ങനെയാണ് ഹോസ്പിറ്റലിൽ അതിന്റെ അപ്ലിക്കബിലിറ്റി എങ്ങനെയാണെന്നാണ് അവിടെ പോയിന്റ് വൈസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി MS വേർഡ് എത്തരത്തിൽ നമുക്ക് ഹോസ്പിറ്റലുകളിൽ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്താണ്? പേഷ്യന്റ് റെക്കോർഡ്സ്. Microsoft Word permit healthcare professionals to and keep electronic patient records. These records consist of patients' demographic, medical history, test result, diagnosis, treatment plan, and progress notes. Word's formatting options enables the organization and customization of patient information for easy reference and retrieval. അപ്പോ പേഷ്യൻസ് റെക്കോർഡ്സ് അല്ലെ. അപ്പോ എന്താണ് നമ്മൾ പറഞ്ഞു, MS വേർഡ് എങ്ങനെയാണ് ഹോസ്പിറ്റലുകളിൽ ഉപയോഗിക്കുന്നത്? ഫസ്റ്റ് പോയിന്റ് ആണ് പറഞ്ഞത് എന്താണ്? പേഷ്യന്റ് റെക്കോർഡ്സ്. ഡോക്ടേഴ്സ് പേഷ്യൻസിന്റെ റെക്കോർഡ്സ് ഒക്കെ എന്താണ് MS വേർഡിലാണ് സൂക്ഷിച്ചു വെക്കുന്നത്. ഓക്കെ, ഓരോ പേഷ്യൻസിനും ഓരോ റെക്കോർഡ്സ് ഉണ്ടല്ലേ. ആ റെക്കോർഡ്സുകൾ MS വേർഡിലാണ് നമ്മൾ സൂക്ഷിക്കുന്നത്. അതുപോലെ MS വേർഡിലെ ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താണ് ഫയല് റിട്രീവ് ചെയ്തെടുക്കാനായിട്ട്, അതായത് വീണ്ടെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇപ്പൊ എന്തെങ്കിലും ആവശ്യത്തിന് ഇപ്പൊ ഒരു പേഷ്യന്റിന്റെ ഫയൽ വേണം എന്നുണ്ടെങ്കിൽ എന്താണ് MS വേർഡ് ഉപയോഗിച്ചുകൊണ്ട് അത് വീണ്ടെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എല്ലാ റെക്കോർഡ്സുകളും പേഷ്യന്റിന്റെ റെക്കോർഡ്സിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? ഡെമോഗ്രാഫിക് ആയിട്ടുള്ള ഡീറ്റെയിൽസുകൾ ഉണ്ടാവും, മെഡിക്കൽ ഹിസ്റ്ററി അല്ലെ, അദ്ദേഹത്തിന് കൊടുക്കുന്ന മരുന്നിന്റെ കാര്യങ്ങളും, അതുപോലെ തന്നെ ഒരു ഹിസ്റ്ററീസ് അല്ലെ, മരുന്നിന്റെ കാര്യങ്ങള് നാളുകളായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു മരുന്നിന്റെ കാര്യങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഇപ്പൊ കുറെ നാളുകൾ 10 വർഷം 5 വർഷം ഒക്കെ ആയിട്ട് ഒരു ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് നടത്തുന്ന പേഷ്യൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അവരുടെ എല്ലാ ഡീറ്റെയിൽസുകളും, ടെസ്റ്റുകള്, കാര്യങ്ങള്, എല്ലാ കാര്യങ്ങൾക്കും ടെസ്റ്റ് റിസൾട്ട് ആയാലും ഡയഗ്നോസിസ്, രോഗനിർണയത്തിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, അതുപോലെ തന്നെ അവരുടെ ട്രീറ്റ്മെന്റ് പ്ലാൻ എങ്ങനെയായിരുന്നു, അതുപോലെ തന്നെ പ്രോഗ്രസ് നോട്ട്സ്, എങ്ങനെയാണ് ഹെൽത്ത് കണ്ടീഷൻ ബെറ്റർ ആണോ ഇല്ലയോ, അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ളത്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസുകളും അടങ്ങിയതാണ് പേഷ്യൻസിന്റെ റെക്കോർഡ്സ് എന്ന് പറയുന്നത്. ആ റെക്കോർഡ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് നമ്മൾ എവിടെയാണ് സൂക്ഷിക്കുന്നത്? MS വേർഡിലാണ് സൂക്ഷിക്കുന്നത്. ഡോക്ടേഴ്സ് പേഷ്യൻസിന്റെ റെക്കോർഡ്സ് ഒക്കെ MS വേർഡിലാണ് സൂക്ഷിക്കുന്നത്. എപ്പോ വേണമെങ്കിലും ഡോക്ടേഴ്സിന് ആവശ്യമുള്ളത് വീണ്ടെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി എന്താണ് മെഡിക്കൽ റിപ്പോർട്ട്സ് ആൻഡ് ലെറ്റേഴ്സ്. Physician and other healthcare provider can use Word to create medical reports, referral letters, discharge summaries, and other clinical correspondence. അപ്പൊ അവിടെ പറയുന്നത് എന്താണ്? ഈ മെഡിക്കൽ റെക്കോർഡ്സ് അതുപോലെ തന്നെ റെഫറൽ ലെറ്റേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. നമ്മള് ഇപ്പൊ എന്താണ് ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്, അല്ലെങ്കിൽ മറ്റൊരു ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നത്, അതൊക്കെയാണ് റെഫറൽ ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മെഡിക്കൽ റിപ്പോർട്ട്സുകൾ ഉണ്ടാവും. ഡിസ്ചാർജ് സമ്മറി അല്ലെ, അഡ്മിറ്റ് ആക്കിയിട്ട് നമ്മൾ ഡിസ്ചാർജ് ആയി പോകുമ്പോൾ ഡിസ്ചാർജ് സമ്മറി നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ
അതർ ക്ലിനിക്കൽ കറസ്പോണ്ടൻസ് എന്ന് പറഞ്ഞാൽ കത്തിടപാടുകൾ, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസുകളും എന്താണ് ഡോക്ടേഴ്സിനും മറ്റു സ്റ്റാഫുകൾക്കും ക്രിയേറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അവർ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഈ MS Wordലൂടെയാണ്. ഓക്കെ, ഡിസ്ചാർജ് സമ്മറി ആയാലും നമുക്ക് എന്താണ് പ്രിന്റ് എടുത്തിട്ട് ഒരു ഷീറ്റ് പോലത്തെ ഒരു ഇതാണ് തരുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊക്കെ എന്താണ് MS Wordൽ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടാണ് നമുക്ക് പ്രിന്റ് എടുത്ത് തരുന്നത് അല്ലെ. അപ്പൊ അതാണ് അവിടെ പറയുന്നത് MS Wordലാണ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. മെഡിക്കൽ റിപ്പോർട്ട്സ് ആയാലും, അതുപോലെ റെഫർ ലെറ്റേഴ്സ് ആയാലും, ഡിസ്ചാർജ് സമ്മറി ആയാലും, അതുപോലെ തന്നെ കത്തിടപാടുകൾ എന്തെങ്കിലുമൊക്കെ അങ്ങനെയുള്ള കറസ്പോണ്ടൻസ്, ക്ലിനിക്കലുമായിട്ട് ബന്ധപ്പെട്ട കറസ്പോണ്ടൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ MS Wordന്റെ സഹായത്തോട് കൂടിയിട്ടാണ് ഡോക്ടേഴ്സ് മറ്റു സ്റ്റാഫുകളൊക്കെ അത് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ നമുക്കറിയാം എന്താണ് SOPs അല്ലെ. Standard operating procedure. What is useful for generating and updating SOPs within hospital? These documents frames step-by-step instructions by various processes like infections control protocol, medication administration directives, and emergency response procedures. Okay. അപ്പോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് SOPs എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ആണ്. അതെന്താണ് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട റൂൾസുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ SOPs അല്ലെ. ഓരോ പ്രൊസീജിയർ, ഓരോ റൂൾസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ എല്ലാത്തിനും അല്ലെ, ഇപ്പൊ ഏതൊരു ഡിപ്പാർട്ട്മെന്റിനായാലും അവിടെ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പൊ ക്ലിനിക്കല് എന്താ ഹൗസ് കീപ്പിംഗ് ഏരിയയിലാണെങ്കിൽ നമ്മൾ SOPs, അതുപോലെ തന്നെ ആക്സിഡന്റ് എമർജൻസി, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓരോ കാര്യങ്ങളും അല്ലെ. പേഷ്യൻസിനെ കൊണ്ടുവരുമ്പോഴും അതുപോലെ തന്നെ ഡിസ്ചാർജ് ആക്കുമ്പോഴും അങ്ങനെ ഓരോ കാര്യങ്ങളും അതൊക്കെ എന്താണ് റൂൾസിൽ പെടുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ റൂൾസുകളും എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഈ MS Wordലൂടെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത് എന്താണ്, രണ്ട് കാര്യങ്ങളാണ് അതിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതുമായിട്ട് ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് ആണ് ഇവിടെ പറയുന്നത്. മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ഡയറക്റ്റീവ്സ് ആൻഡ് എമർജൻസി റെസ്പോൺസ് പ്രൊസീജിയർ. ഇനി എന്താണ് എമർജൻസി റെസ്പോൺസ് പ്രൊസീജിയറും അതുപോലെ തന്നെ മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാൻ എഴുതിയെടുത്തോളൂ കേട്ടോ. ജസ്റ്റ് ഒന്ന് എഴുതിയെടുത്താൽ മതി. മലയാളത്തിലാണ്, മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഒന്ന് എഴുതി വെക്കാം. എമർജൻസി റെസ്പോൺസ് സിറ്റുവേഷൻ അല്ലെങ്കിൽ അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യം നേരിടുന്നതിനുള്ള ഒരു കൂട്ടം പ്രവർത്തനങ്ങളാണ് എന്ന് പറയുന്നത് എമർജൻസി റെസ്പോൺസ് പ്രൊസീജിയറിൽ വരുന്നത്. ഓക്കെ, എമർജൻസി റെസ്പോൺസ് പ്രൊസീജിയറിൽ വരുന്നത് എമർജൻസി റെസ്പോൺസ് സിറ്റുവേഷൻ അല്ലെങ്കിൽ എമർജൻസി റെസ്പോൺസ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ എന്താണ്, അപകടകരമായിട്ടുള്ള ഏതൊരു സാഹചര്യവും നേരിടുന്നതിനുള്ള ഒരു കൂട്ടം പ്രവർത്തനങ്ങളാണ് എമർജൻസി റെസ്പോൺസ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, മെഡിസിൻസ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊസീജിയേഴ്സും പോളിസീസും ഗൈഡ് ലൈൻസ് ഒക്കെയാണ് അതിൽ വരുന്നത് കേട്ടോ. മെഡിക്കേഷൻസ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് പോളിസീസ്, പ്രൊസീജിയേഴ്സ്, ഗൈഡ് ലൈൻസ് ഒക്കെയാണ് അതിൽ വരുന്നത്. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ MS Wordന്റെ സഹായത്തോട് കൂടിയിട്ടാണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ആണ് എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസ്. What can be used to expand educational materials for patients like brochures, handout, and informational leaflet. Healthcare professionals can generate visually engaging and informative documents to teach patients about various medical conditions, treatment options, preventive measures, and lifestyle changes. അപ്പൊ എന്താണ് ഇങ്ങനെയുള്ള നമുക്കറിയാം, ഇപ്പൊ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പൊ ഒരു പുതിയ ടെക്നോളജി അല്ലെങ്കിൽ പുതിയ ഡോക്ടേഴ്സ് വന്നു, പുതിയൊരു ടെക്നോളജി അല്ലെങ്കിൽ പുതിയൊരു സർവീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എത്തിക്കുന്നതിന് അല്ലെ, ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കാനായിട്ട് ഒരു ബ്രോഷേഴ്സ്, ഹാങ് ഔട്ട്സ്, അതുപോലെ തന്നെ എന്താ ഈ ലീഫ്ലെറ്റുകൾ, ലഘുരേഖ. ഓക്കെ, ലീഫ്ലെറ്റ് എന്ന് പറഞ്ഞാല് ലഘുവായിട്ടുള്ള രേഖ, ലഘുരേഖ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ അതിനകത്ത് എന്താണ് കുറെ കാര്യങ്ങളൊക്കെ അവര് ടൈപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട് ഇല്ലേ.
നിങ്ങൾ കണ്ടിട്ടില്ലേ പുതിയൊരു സർവീസ് വന്നു, അല്ലെങ്കിൽ പുതിയൊരു ടെക്നോളജി ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പുതിയൊരു സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവര് ബ്രോഷേഴ്സിലൂടെയും അല്ലെ, അതുപോലെ തന്നെ ഹാങ് ഔട്ട്, അതുപോലെ തന്നെ ഈ ലീഫ്ലെറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെയാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്, പല പല ആഡ്സ് വഴി അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ബ്രോഷേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഈ MS Word ആണ് ഉപയോഗിക്കുന്നത്. MS Wordലൂടെ ടൈപ്പ് ചെയ്ത് നല്ല രീതിയിൽ നമുക്കറിയാം പിക്ചേഴ്സ് ചേർക്കാൻ പറ്റും, ടേബിൾസ് ചേർക്കാൻ പറ്റും, ചാർട്ട്സ്, ഡയഗ്രാംസ്, എല്ലാ കാര്യങ്ങളും നമുക്ക് ചേർക്കാൻ പറ്റും അല്ലെ. അപ്പൊ അങ്ങനെ ചേർത്ത് നല്ല രീതിയിൽ ഒരു കളർഫുൾ ആക്കി മാറ്റാനായിട്ടും MS Wordലൂടെ സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? ഇപ്പൊ ട്രീറ്റ്മെന്റ്, ഇപ്പൊ അവര് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് പ്ലാൻ എങ്ങനെയാണ്, അതുപോലെ തന്നെ ഇപ്പോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, ഇപ്പൊ ഇൻഫെക്ഷൻ കൺട്രോളുമായിട്ട് അവർ കൊടുക്കുന്ന മെഷേഴ്സുകൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ എന്തെങ്കിലും പുതിയൊരു ടെക്നോളജി അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, പുതിയൊരു സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് അവിടെ അവൈലബിൾ ആണെങ്കിൽ, പുതിയൊരു സർവീസ് അവിടെ പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളും ഡെവലപ്പ് ചെയ്തെടുക്കുന്നതും, അല്ലെങ്കിൽ എന്താണ് നല്ല രീതിയിൽ അത് എന്താണ് ഇപ്പോ എന്താ പറയാ, അത് ടൈപ്പ് ചെയ്തെടുക്കാനായിട്ടും ഈ MS Wordലൂടെയാണ് അത് സഹായിക്കുന്നത്. പിന്നെ എന്താണ് റിസർച്ച് ആൻഡ് പബ്ലിക്കേഷൻസ്, back up the creation of research papers, case studies and scientific articles. അപ്പോ MS Wordല് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തയ്യാറാക്കാനായിട്ട് റിസർച്ച് പേപ്പേഴ്സ് ആയാലും, അതുപോലെ തന്നെ കേസ് സ്റ്റഡി, റിസർച്ച് ആർട്ടിക്കിൾസ്, ഇതൊക്കെ തയ്യാറാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് എന്താണ് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് MS Wordന്റെ അപ്ലിക്കബിലിറ്റി എന്ന് പറയുന്നത്. അഞ്ചുവിക്കുകയും ഒരു ടോപ്പിക് കൂടി ഉണ്ടല്ലേ, ഒരു പോയിന്റ് കൂടി മിസ് പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ഡോക്യുമെന്റ്. Hospitals create a wide range of administrative documents that includes meets policies and budget report. എന്താണ് ഈ മെമ്മോസ് ഒക്കെ അല്ലെ, മെമ്മോസ് ആയാലും അതുപോലെ തന്നെ നമ്മള് ചെറിയ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെ മെമ്മോ വരാറുണ്ട് അല്ലേ, നമ്മളെ അറിയിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ മീറ്റിംഗ് മിനിറ്റ്സ്, അതുപോലെ പോളിസീസ്, ബഡ്ജറ്റ് റിപ്പോർട്ട്, അതൊക്കെ നമ്മൾ ബഡ്ജറ്റിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ
മാർക്കറ്റിംഗിലൊക്കെ നമ്മൾ പഠിച്ചതാണ്. എന്താണ് ബഡ്ജറ്റ് റിപ്പോർട്ട്, ഓരോ മെറ്റീരിയൽസിന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, എത്ര ബഡ്ജറ്റ് നമ്മൾ നീക്കി വെക്കണം എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളായാലും റിപ്പോർട്ടുകളൊക്കെ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് MS ഓഫീസ് ഉപയോഗിക്കുന്നുണ്ട്, MS വേർഡ് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. MS വീഡിയോടെയാണ് എന്താണ് ഓരോ കാര്യങ്ങൾ ടൈപ്പ് ചെയ്യുന്നത്. പോയാലും ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ അയക്കണമെന്നുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്ത് അയക്കുന്നുണ്ട്. അതുപോലെ തന്നെ പോളിസീസ്, പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ പോളിസീസ് ആയാലും പ്രൊസീജിയർ ആയാലും ഗൈഡ് ലൈൻസ് ആയാലും ഇതൊക്കെ എന്താണ് ഡിഫറൻറ്റ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഓരോ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടതായിട്ടുള്ള പോളിസീസ് ഒക്കെ നമ്മൾ ടൈപ്പ് ചെയ്ത് MS വീഡിയോയിലൂടെയാണ്, MS വീഡിയോയുടെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ബഡ്ജറ്റ് റിപ്പോർട്ട് ഓരോ നമ്മൾ വർഷം തോറും ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പൊ അതുമായിട്ട് ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് വേർഡിലൂടെയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ്. പവർ പോയിന്റ് അറിയാത്തവർ ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലേ പവർ പോയിന്റ് ഒക്കെ? നിങ്ങൾ ചെറിയ ചെറിയ ക്ലാസ്സിലൊക്കെ കുട്ടികൾക്കൊക്കെ ആയാലും പവർ പോയിന്റ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും പഠിപ്പിക്കുന്നത്, ഇല്ലേ? ഓക്കെ, മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ഈസ് എ broadly used presentation software developed by Microsoft. എന്താണ് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് എന്ന് പറഞ്ഞാല് പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണ്. അണ്ടർലൈൻ ചെയ്യാം, പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണ്. അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് മൈക്രോസോഫ്റ്റ് ആണ്. It permits the users to generate, edit and deliver dynamic and visually engaging presentation. അല്ലെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല രീതിയിൽ നമുക്ക് എന്താണ് വിഷ്വലി, ഇപ്പോ ഓഡിയോ വേണമെങ്കിൽ ഓഡിയോ ചെയ്യാം, വീഡിയോ വേണമെങ്കിൽ വീഡിയോ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അതിനകത്ത്. അതുപോലെ തന്നെ നമുക്ക് പ്രിന്റ് ചെയ്ത് ടൈപ്പ് ചെയ്ത് ഓരോ എന്താണ് സ്ലൈഡുകളാക്കിയിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, ഇല്ലേ? നമുക്ക് ഓഡിയോ യൂസ് ചെയ്യാം, പിക്ചേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ വീഡിയോസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ പവർ പോയിന്റിലൂടെ നമുക്ക് സാധ്യമാണ്. Here are some main features and benefits of MS PowerPoint. ഇനി ഫീച്ചേഴ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സ്ലൈഡ് ക്രിയേഷൻ, ഇല്ലേ? നമ്മൾ പറഞ്ഞു പവർ പോയിന്റ് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? സ്ലൈഡ് ക്രിയേഷൻ ആണ്. സ്ലൈഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണോ, ഇനി നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് സ്ലൈഡ് പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. നമ്മൾ ഓരോ ക്ലാസ്സിലൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാറില്ലേ? ഓക്കെ, അതെന്താണ് കളർഫുൾ ആയിട്ടും ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ടും മറ്റുള്ളവർക്ക് പെട്ടെന്ന് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ടും ഐഡന്റിഫൈ ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൺസെപ്റ്റ് എന്താണ്, നമ്മൾ പറയാൻ പോകുന്ന കൺസെപ്റ്റ് എന്താണ്, അതൊക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഫസ്റ്റ് വൺ ആണ് ഇപ്പോ സ്ലൈഡ് ക്രിയേഷൻ. PowerPoint extends a user-friendly interface for generating slides. Users can easily add text, images, sheets, chart, and multimedia elements of slides, which enables them to carry information in an effective manner. പറഞ്ഞില്ലേ എന്താണ് സ്ലൈഡൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം? ടൈപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇമേജുകൾ, പിക്ചേഴ്സ് ഇടാൻ പറ്റും, പല പല ഷീറ്റ്സുകള്, അതുപോലെ ചാർട്ടുകൾ, പൈ ചാർട്ട്, ബാർ ചാർട്ട്, ലൈൻ ചാർട്ട്, അങ്ങനെയുള്ള എല്ലാ ചാർട്ടുകളും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ടേബിൾസ് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മൾട്ടിമീഡിയ, അല്ലെ, നമുക്ക് വിഷ്വലി നമുക്ക് പിക്ചേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഓഡിയോ വേണമെങ്കിൽ ഓഡിയോ, അതുപോലെ തന്നെ വീഡിയോ വേണമെങ്കിൽ വീഡിയോ ഒക്കെ നമുക്ക് ആഡ് ചെയ്തുകൊണ്ട് മറ്റുള്ളവരിലേക്ക് നമ്മൾ എത്തിക്കാൻ പോകുന്ന ആ ടോപ്പിക് എന്താണോ, അല്ലെങ്കിൽ നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് എന്താണോ എന്നുള്ളത് അവരിലേക്ക് എത്തിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വെരി അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ് ഇത് പവർ പോയിന്റ് പ്രസന്റേഷൻ എന്ന് പറയുന്നത്, അല്ലെ? ഓക്കെ, സ്ലൈഡ് ഫോർമാറ്റിംഗ്. PowerPoint offers a wide range of formatting options. Customize the appearance of slides. Users can apply themes, alter fonts, colors, and background, and use transition and animations to improve visual appeal and engage the audience. അല്ലെ, നമുക്ക് ഇങ്ങനെ എന്താണ് ഈ പല ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? പല തീംസ്, അതുപോലെ തന്നെ ഫോണ്ട് സൈസ്, നമുക്ക് ഫോണ്ട് കളർ മാറ്റാം, ഫോണ്ട് സൈസ് നമുക്ക് എന്താണ് ചരിച്ച് ചെയ്താം, നേരെ ചെയ്താം, ഇങ്ങനെ പല രീതിയിൽ നമുക്ക് നമ്മള് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പോകുന്ന ടോപ്പിക് എന്താണോ അത് അട്രാക്റ്റീവ് ആയ രീതിയിൽ നമുക്ക് എത്തിക്കാൻ പറ്റും.
ബാക്ക്ഗ്രൗണ്ടിൽ പിക്ചർ കൊടുക്കേണ്ടതായിട്ടുണ്ടോ, ബാക്ക്ഗ്രൗണ്ടിൽ കളർ കൊടുക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ അങ്ങനെ കളർ കൊടുക്കാൻ പറ്റും. അങ്ങനെയുള്ള പല കാര്യങ്ങളും. അതുപോലെ തന്നെ പിക്ചേഴ്സ് ആഡ് ചെയ്യാനായിട്ട് വിഷ്വലി നമുക്ക് നല്ല രീതിയിൽ ഒരു പ്രസന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മള് ടോപ്പിക് എന്താണോ അത് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് ഈ പവർ പോയിന്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഓഡിയൻസിനെ അട്രാക്റ്റീവ് ചെയ്യിപ്പിച്ചുകൊണ്ട് അവരെ നമ്മളുടെ കാര്യം എന്താണെന്ന് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഈ പവർ പോയിന്റ് വഴി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സ്ലൈഡ് ലേഔട്ട്. PowerPoint provides slide layouts design and previously, making it easy to generate a consistent and professional looking presentations. Users can select for a variety of layout or little slides, content slides, comparison slides, and more, saving time and effort in slide design. നമുക്ക് എന്താണ് പല രീതിയിൽ നമുക്ക് സ്ലൈഡ് ലേഔട്ടുകൾ അല്ലെങ്കിൽ സ്ലൈഡ്സുകൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും ഇല്ലേ. ഇപ്പോ ടേബിൾ, ഇപ്പൊ കമ്പാരിസൺ, ഒരു കാര്യത്തിൽ നമ്മൾ കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടേബിൾ ആയിട്ട് നമുക്ക് അങ്ങനെ നമുക്ക് സ്ലൈഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്താണ്, ഇപ്പൊ ഹെഡിങ് കൊടുത്തിട്ട് കണ്ടന്റ് അടിയിൽ എഴുതണം എന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പൊ എന്താ പറയാ, പിക്ചേഴ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, സൈഡിലൊക്കെ പിക്ചേഴ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനെ എന്താണ്, ഓൾറെഡി പവർ പോയിന്റിൽ ലേഔട്ട് സേവ്ഡ് ആയിട്ടുള്ള സ്ലൈഡുകൾ ഉണ്ടാവും. അപ്പൊ എന്താണ്, ഓൾറെഡി അതിനകത്ത് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് എന്താണ്, ഇപ്പൊ ചിലപ്പോ ബ്ലാങ്ക് ആയിട്ടുള്ള സ്ലൈഡുകൾ വേണമെന്നുണ്ടെങ്കിൽ ബ്ലാങ്ക് സ്ലൈഡ് നമുക്ക് എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കമ്പാരിസൺ ചെയ്യാൻ പറ്റും. അങ്ങനെ പല രീതിയിൽ ഞാൻ പറഞ്ഞല്ലോ, പല രീതിയിൽ സ്ലൈഡ് ഉപയോഗിച്ചുകൊണ്ട് പല രീതിയിലുള്ള സ്ലൈഡുകൾ ഉണ്ട്. അത് നമുക്ക് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് സ്ലൈഡ് ഡിസൈൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു വിഷയത്തിൽ തന്നെ കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ചെയ്യാൻ പറ്റും. ബ്ലാങ്ക് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ബ്ലാങ്ക് ആയിട്ടുള്ള സ്ലൈഡ് നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ ഒന്നിൽ കൂടുതൽ സ്ലൈഡുകൾ പല ഫോർമാറ്റിൽ നമുക്ക് ഈ പവർ പോയിന്റ് പ്രസന്റേഷൻ ആ സോഫ്റ്റ്വെയറിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ളതനുസരിച്ചിട്ട് ഇഷ്ടമുള്ള ലേഔട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി മൾട്ടിമീഡിയ ഇന്റഗ്രേഷൻ. PowerPoint permits the insertion of multimedia elements like image, audio, and visual files, etc. This make users able to incorporate visual and authorities side aids into their presentation, making them more interactive and engaging. എന്താണ് ഈ പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെയൊക്കെ നമുക്ക് എന്താണ് ഇമേജുകൾ, നമ്മൾ പറഞ്ഞ ഇമേജുകളായാലും ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ആയാലും അങ്ങനെയുള്ള പല രീതിയിൽ നമുക്ക് ഓഡിയോകളായാലും വീഡിയോകളായാലും ഒക്കെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ ആഡ് ചെയ്യിക്കുന്നതിലൂടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ലൈഡുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ നമ്മുടെ മുൻപിലിരിക്കുന്ന ഓഡിയൻസിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ററാക്ട് ചെയ്യിപ്പിക്കാനായിട്ടും പല രീതിയിൽ എൻഗേജ് ചെയ്തുകൊണ്ട് ഇപ്പൊ ക്ലാസ് എടുക്കുന്ന രീതിയിൽ ഇപ്പൊ ടീച്ചേഴ്സ് ആയാലും അതുപോലെ തന്നെ ഇപ്പൊ സ്റ്റുഡൻസ് ഇപ്പൊ സെമിനാർ പ്രസന്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പവർ പോയിന്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മുൻപിലിരിക്കുന്ന വ്യക്തികളെ നമുക്ക് നല്ല രീതിയിൽ ഇന്ററാക്ട് ചെയ്യിപ്പിക്കാനായിട്ടും അവർക്കൊരു മടുപ്പോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവില്ല. ഇപ്പൊ ലെക്ചേഴ്സ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ബോറടിക്കാം അല്ലെ, കമ്പ്യൂട്ടറാണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അപ്പൊ നമ്മൾ പറയുമ്പോൾ ബോറടിക്കാം. പക്ഷെ ഞാൻ ചിത്രങ്ങളൊക്കെ കാണിച്ചു തന്ന പല സ്ലൈഡുകളൊക്കെ ഉണ്ടാക്കി ഇപ്പോ ചിലപ്പോ വിഷ്വലി ഓഡിയോ കേൾപ്പിച്ചു തരാം, അല്ലെങ്കിൽ വീഡിയോ ഒക്കെ കേൾപ്പിച്ചു തരാം. നിങ്ങളുടെ ക്ലാസ് എടുക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ആ ക്ലാസ് കേൾക്കാനായിട്ട്. അപ്പൊ അത് ഈ പവർ പോയിന്റ് സോഫ്റ്റ്വെയർ കൊണ്ട് സാധ്യമാണെന്നാണ് പറയുന്നത്. ഓക്കെ, ആളുകളെയൊക്കെ ഇന്ററാക്ട് ചെയ്യിപ്പിക്കാനായിട്ട് നല്ല രീതിയിൽ ഇന്ററാക്റ്റീവ് എൻഗേജ്മെന്റ് ചെയ്യിപ്പിക്കാനായിട്ട് ഈ പവർ പോയിന്റിലൂടെ സാധ്യതയുണ്ട്. ഇനി എന്താണ്, ഓവറോൾ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് പ്രൊവൈഡ്സ് എ പവർഫുൾ ground for generating visual appealing and impactful presentation. It's a user-friendly interface, formatting options, multimedia integration, and collaboration features make it a popular selection for professionals, educators, and individuals who look to communicate information in an effective manner.
അപ്പൊ അതുപോലെ തന്നെ ഈ പവർ പോയിന്റ് പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ചുരുക്കി പറയുന്നതാണ്, ഒരു പാരഗ്രാഫിൽ ചുരുക്കി പറയുന്നതാണ്. എന്താണ്, യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് ആണ്. അതുപോലെ തന്നെ ഇപ്പോ പ്രൊഫഷണൽസിനായാലും ടീച്ചേഴ്സിനായാലും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പവർ പോയിന്റ് കൊണ്ട് സാധ്യമാണ്. അതുപോലെ തന്നെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ് പവർ പോയിന്റ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഇതിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത്. വായിച്ചു നോക്കാം കേട്ടോ. പവർ പോയിന്റ് പ്രസന്റേഷൻ എന്ന് പറഞ്ഞാല് എന്താണ്, മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ബ്രോഡ്ലി യൂസ്ഡ് പവർ പോയിന്റ് സോഫ്റ്റ്വെയർ ആണ്. ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് മൈക്രോസോഫ്റ്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ അതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് സ്ലൈഡ് ക്രിയേഷൻ ഉണ്ട്, സ്ലൈഡ് ഫോർമാറ്റിംഗ്, സ്ലൈഡ് ലേഔട്ട്, പിന്നെ പറയുന്നത് മൾട്ടിമീഡിയ ഇന്റഗ്രേഷൻ. ഓക്കെ, ആക്ച്വലി ഇത്രയും വരെ എടുത്ത് നിർത്താം കേട്ടോ. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ക്ലിയർ ആണോ? ഓക്കെ, ഡൗട്ട് ഒന്നുമില്ലല്ലോ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു.